ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ആവശ്യത്തിന് അവരാഗ്രഹിച്ചു. അങ്ങനെ അവർ ജനങ്ങൾ സഹകരിച്ച് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. അത് കോൺഗ്രസ്സുകാരതിനകത്ത് ഒന്നും ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് മാത്രം അത് ഞങ്ങളുടെ വിജയമാണെന്ന് അവകാശപ്പെടാൻ ഒക്കത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയ വിജയമാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെ പറയാൻ പറ്റും. അത് കഴിഞ്ഞ പ്രാവശ്യം മുതലേ ഉണ്ടല്ലോ. കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ മുതൽ തുടങ്ങിയതാണ്. മുഖ്യമന്ത്രി ചർച്ചകളിലൊക്കെ തന്നെ ഞങ്ങൾ അതിനകത്തൊന്നും ഇടപെടത്തില്ല. ഞങ്ങൾക്ക് അതിനകത്ത് ജാതി മതം അങ്ങനെ ഒന്നുമില്ല. അർഹതയുള്ള ആളുകളെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അത് നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പണ്ട് ഈ താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു. അപ്പൊ അതുപോലെയുള്ള ആ സാഹചര്യം അല്ല ഇന്ന്. അത് അവര് ഒരു കൂട്ടർ അതിന്റെ സാമുദായികപരമായിട്ട് അവകാശം ചോദിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ മിണ്ടായിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. ആർക്ക്? എന്റെയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആരെ വേണേ അവർ തെരഞ്ഞെടുത്തോട്ടെ, പക്ഷെ അർഹത നോക്കി വേണം തെരഞ്ഞെടുക്കാൻ. അത്രേ ഉള്ളൂ. ഇത്തവണ അതുപോലെ അല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അതുപോലെ അല്ലല്ലോ. ഇത്തവണ പറയുന്നത് നിങ്ങൾ ചോദിച്ചത് ഈ ആര് മുഖ്യമന്ത്രിയാകണം, ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയാകണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ ചോയ്സ് ഒന്നുമില്ല. ആരെ വേണേ ആയിക്കോട്ടെ. ബാക്കിയുള്ള മന്ത്രിസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും ഒക്കെ വരുമ്പോൾ അല്ല, അത് വരുമ്പോൾ ജനങ്ങൾ സഹകരിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിൽ, രാഷ്ട്രീയത്തിനുപരി അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റിനോടുള്ള സമീപനം എന്താണെന്ന് അറിയട്ടെ. ഗവൺമെന്റിന് ജനങ്ങളുള്ള സമീപനം എന്താണെന്ന് അറിയട്ടെ. ഞാൻ പറഞ്ഞല്ല, അങ്ങനെ അതൊന്നും ഇവിടെ ചർച്ചാ വിഷയമല്ല. ഇവിടെ ചർച്ചാ വിഷയമായി വന്നത് ഇതാണ്. അതുൾപ്പെടെ ആഗോള ഇവിടെ ശബരിമല വിഷയം മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വളരെ ആശങ്കയുണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തു അവർ എന്നുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം അവർ കണ്ടില്ല. പക്ഷെ അതിനായിട്ട് ഒരു ടൂളായിട്ട് അവർ കണ്ടത് കോൺഗ്രസിനെയാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ്സുകാർ ഇങ്ങനൊരു ഭൂരിപക്ഷം കിട്ടിയത് ജനങ്ങൾ സഹകരിച്ചിട്ടാ, അല്ലാതെ മുഴുവൻ കോൺഗ്രസ്സുകാർ ആണ് വോട്ട് ചെയ്തതെന്നൊന്നും ആരും ധരിക്കില്ല. നിലവിൽ ഭരണം അത് മാറേണ്ടത് ഇപ്പോൾ അവസാനം വന്നപ്പോൾ അത് മാറേണ്ടതാണെന്ന് തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ. സമുദായിക സംഘടനകളൊക്കെ ആയിട്ട് സർക്കാർ വലിയ അടുപ്പം, അതായത് പ്രത്യേകിച്ച് NSS ആയിട്ടും SNDP ആയിട്ടും ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ ആയിട്ടും അടുപ്പം വെക്കാൻ സർക്കാർ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു ഈ അവസാന ഘട്ടത്തിൽ. അതൊന്നും ഫലം കണ്ടില്ല എന്ന് തോന്നുന്നു. ആര് ശ്രമം നടത്തി? സർക്കാർ. ഇത് കഴിഞ്ഞ സർക്കാർ അവരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ ഞങ്ങള്. അതൊക്കെ ഇതിനകത്ത് വരും. അവസാനം പോലെയുള്ള പ്രസ്താവനകൾ നിലവിലെ സാഹചര്യത്തിൽ NSS അത് കഴിഞ്ഞിട്ട് പറയാം. എന്നൊന്നും പറയത്തില്ല ഞാൻ. ഇല്ല, അത് ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാനത് പറയുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ഞങ്ങൾ സമദൂരം പാലിച്ച് നിൽക്കുന്നു. കോൺഗ്രസ് ജയിച്ചു, ജനങ്ങളുടെ സഹായം കൊണ്ട് ജയിച്ചു. അവർ ഒരു ഇതുണ്ടാക്കുമ്പോൾ, മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ അവരവരുടേതായ ഇക്വേഷനും അതും ഇതൊക്കെ നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്നിട്ട് ആര് വന്നാലും എതിർപ്പില്ല. ഈ പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥി വിജയിച്ച ചാമക്കാല ഇവിടെ
വന്നിരുന്നു. പത്തനാപുരത്ത് എന്താണ് സംഭവിച്ചത്? അവിടെ NSS ഏതെങ്കിലും തരത്തിലുള്ള അല്ല, അത് അവിടെ പത്തനാപുരത്ത് സംഭവിച്ചത് ഗണേശൻ്റെ താലൂക്കിനും പ്രസിഡന്റ് സ്ഥാനം പോയി. അത് കോറം തികയാതെ കൂട്ടത്തിലുണ്ടായിരുന്നവർ രാജിവെച്ച് മാറിയതുകൊണ്ടാണ് ഇയാളുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ച്. അപ്പം അവിടെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കേണ്ടതായിട്ട് NSSൻ്റെ ചുമതലയാണ്. അത് ഒരു അഡ്വോ കമ്മിറ്റി അവിടെ ഉണ്ടാക്കി അങ്ങനെയാണ് ഗണേശൻ്റെ സ്ഥാനം പോയത്. NSSൻ്റെ വോട്ട് അത് പറയാനൊന്നും നോക്കത്തില്ല. ഇവിടുന്ന് ഒരു സർക്കിളിലും ആർക്കും കൊടുത്തില്ല, ഒരിടത്തും കൊടുത്തില്ല. എങ്ങനെ ചെയ്യണമെന്നോ വിളിച്ചു പറച്ചിലോ ഒന്നും ഉണ്ടായില്ല. അയാൾക്കറിയാമല്ലോ. ഞങ്ങളുടെ ബോർഡ് മെമ്പറല്ലേ അല്ലേ? അതെ അതെ. ഈ ലീഗ് 22 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അവർ ഇത്തവണയും കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള ഞാൻ അതിനെ പറ്റി ഒന്നും പറയത്തില്ല. KC വേണുഗോപാൽ മത്സരിച്ചില്ല, പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും. അതൊക്കെ അവര് തീരുമാനിച്ചോട്ടെ. ഞാൻ അല്ലല്ല, എനിക്ക് ആ സമുദായം അല്ലല്ലോ പ്രധാനം. എനിക്ക് പ്രധാനം ജനാധിപത്യമാണ്. അതിനകത്ത് ഈ സമുദായം തിരിച്ചുള്ള കാൽക്കുലേഷൻ. പിന്നെ ചിലർ സമുദായപരമായിട്ടുള്ള ഡിമാൻഡുകൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളതിനെ എതിർത്തു. അന്ന് തിണ്ണകൾ നിരങ്ങാറില്ല എന്ന പ്രസ്താവന അത് ഏറ്റുപറഞ്ഞ് തിരിച്ചു പറയുകയാണെങ്കിൽ, മാപ്പ് പറയുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറും. ഇല്ലില്ല, മാപ്പ് പറയാനുള്ള സമയമൊക്കെ കഴിഞ്ഞില്ലേ? അത് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനതിന് മറുപടി പറഞ്ഞല്ലോ. NSS എടുത്തിരുന്ന നിലപാട് അത് ശരിയായി എന്ന് ഈ മത്സരഫലം വന്നപ്പോൾ ആരെ NSS സ്വീകരിച്ച നിലപാടുണ്ടല്ലോ. ശരി, തീർച്ചയായിട്ടും ഉണ്ട്. NSSന്റെ നിലപാട് ഇതിനകത്ത് ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തികളിലെ പ്രശ്നമാണ് ഈ കനക തിരിച്ചടിക്ക് കാരണമായി ഇരിക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ വലിയ തോൽവിക്ക് കാരണമായിട്ട്. ആയിരിക്കണമല്ലോ. ധർമ്മടത്ത് പിണറായി വിജയൻ വരെ 7 റൗണ്ട് പിന്നിൽ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പിണറായിക്കും മാറണമെന്ന തരത്തിലൊരു വലിയ ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. കോട്ടകൾ പലതും പൊളിയുന്നത് കണ്ടു, പയ്യന്നൂരും മലപ്പുറമ്പും ഒക്കെ. ഞാൻ അതിനെപ്പറ്റി ഒന്നും മറുപടി പറയും. ഞങ്ങൾക്ക് അർഹതപ്പെട്ട മറുപടി ഞങ്ങൾ പറയേണ്ട കാര്യമേ പറയത്തുള്ളൂ. ഈ എന്തായാലും ഈ മന്ത്രിസഭാ രൂപീകരണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലേ? അത് മന്ത്രിസഭാ രൂപീകരണം ഞങ്ങളല്ലോ നിരീക്ഷിക്കേണ്ട മറ്റാളുകളല്ലേ, MLA-മാര് മറ്റേതല്ലേ. ഞാനിത് പറഞ്ഞല്ലോ, എനിക്ക് ആര് മുഖ്യമന്ത്രിയാകുന്നതിലും പക്ഷെ അതിനൊരു മാനദണ്ഡം വേണം. കാരണം ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ്. ചെന്നിത്തലയുടെ ഫോട്ടോ ഇവിടെ ഈ ഷെൽഫിൽ വെച്ചിരിക്കുന്നത് അല്ല, അയാൾ എൻ്റെ ഒരു സഹോദരനല്ലേ. ഞാൻ ഇവിടെ പഠിച്ചതാ, കോളേജിൽ പഠിച്ചതാ. ഒരു ഒക്കേഷനിൽ ഇവിടെ വന്നപ്പം എടുത്ത ഫോട്ടോയാണ് അത്. അത് വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണ് ഇല്ലെന്ന് പറഞ്ഞില്ല. അത് തീരുമാനിക്കുക ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ട കോൺഗ്രസ് നേതൃത്വമാണ്. അല്ല, യോഗ്യനാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാരും യോഗ്യരാന്ന്. അതെന്തിനാ തിരിച്ചിരിക്കുന്നത് നിങ്ങള്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെങ്കിലും നിർദ്ദേശിക്കുന്നുണ്ടോ NSS എന്നതിന് കൃത്യമായ ഉത്തരം G. സുകുമാരൻ നായർ പറയുന്നു. എല്ലാവരും യോഗ്യരാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടവർ ഇപ്പോൾ പരിഗണിക്കുന്ന പേരുകളൊക്കെ യോഗ്യരാണ് എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല യോഗ്യനാണെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ വാക്കുകൾ തിരുത്തുന്നതിനും നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചതാണ്. ആരുടെയും പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയാൻ NSS ഇല്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. പക്ഷേ അർഹതയായിരിക്കണം മാനദണ്ഡം എന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുന്നുണ്ട്. സർക്കാരിനെതിരായ ജനവിധി അത് സർക്കാരിൻ്റെ ഭരണത്തിനെതിരായ വിധിയെഴുത്തായിരിക്കാം എന്നാണ് G. സുകുമാരൻ നായർ പറയുന്നത്. പൂർണ്ണമായും കഴിഞ്ഞ സർക്കാരിൻ്റെ നടപടികളെ തള്ളിക്കളയാൻ അദ്ദേഹം തയ്യാറാകുന്നതുമില്ല. അതേസമയം തന്നെ ഈ വിധിയെഴുത്ത് കോൺഗ്രസ് വായിച്ചെടുക്കണം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിശ്ചയിക്കുമ്പോൾ അതായിരിക്കണം പരിഗണിക്കേണ്ടത് എന്ന കാര്യവും
ജി സുകുമാരൻ നായർ പറയുന്നുണ്ട്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരെ വോട്ട് ചെയ്യാൻ ഒരു നിർദ്ദേശവും NSS ആസ്ഥാനത്ത് നിന്ന് നൽകിയിട്ടില്ല. ഗണേഷ് കുമാർ ഇപ്പോഴും NSSന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. അത്തരം നിർദ്ദേശങ്ങൾ നൽകിയതായി അദ്ദേഹത്തിനും അറിവുണ്ടായിരിക്കില്ലല്ലോ എന്നാണ് ജി സുകുമാരൻ നായർ പ്രതികരിച്ചത്. മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അക്കാര്യത്തിലൊന്നും ഒരു പ്രതികരണത്തിനും താനില്ല എന്നായിരുന്നു ജി സുകുമാരൻ നായരുടെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.